ഇഷ്ടമായ ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ വായനാവട്ടത്തിന്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ആരംഭിച്ച ഈ പരിപാടി ഇടവേളകളിലാണ് പോലും വളരെ മികച്ച കൃതികൾ വളരെ സൂക്ഷ്മമായി വായിച്ച് വിലയിരുത്തി തിരഞ്ഞെടുത്ത കൃതികളാണ് ഇപ്പോഴും അവതരിപ്പിക്കാറുള്ളത്. ആ രീതിയിൽ കഴിഞ്ഞ ഏറ്റവും അവസാനം കൃഷ്ണൻ അവതരിപ്പിച്ച ചാനലിന് ശേഷം ഇപ്പോൾ 9ാം ക്ലാസ്സിലെ 9 സിയിലെ 3 വിദ്യാർത്ഥികളാണ് ഇപ്പോഴും പുസ്തകങ്ങളുമായി വന്നിരിക്കുന്നത്. ഈ അവതരണത്തിന്റെ ഒരു പ്രത്യേകത നമ്മുടെ ഈ വായനാട്ടം തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് ഒരു 3 പേര് ഒരുമിച്ച് അവതരണത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോ അത് അവർക്ക് തന്നെ ഒരു താല്പര്യമായിരുന്നു. ബഷീർ എന്ന് പറയുന്ന മഹാനായി നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം വൈദ്യകുമാരന്റെ 3 പ്രധാനപ്പെട്ട കൃതികളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നതും എഴുതി തയ്യാറാക്കിയതുമെല്ലാം വിദ്യാർത്ഥികൾ സ്വന്തമായിട്ട് തന്നെയാണ്. 9 സ്ത്രീയിലെ ശ്രുതി, മീനാക്ഷി, പ്രണാം, രാമി എന്നീ വിദ്യാർത്ഥിനികളാണ് നമുക്ക് ഇന്ന് അവതരണത്തിൽ കൈവന്നിരിക്കുന്നത്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട നല്ല മിടുക്കന്മാരായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു ടീം സ്പിരിറ്റോട് കൂടിയിട്ട് നല്ല ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് നിങ്ങൾ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഒരു സന്തോഷമുണ്ട്. ഇതാരാണ്? അപ്പൊ നമ്മുടെ ഞാൻ ദീർഘമായിട്ടൊന്നും പറയില്ല. ഔദ്യോഗികമായ നല്ല തിരക്കിലെടുത്തു. അപ്പൊ ഇവിടെ ഇരുന്നാലും എന്റെ മനസ്സ് ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് രണ്ടും കണക്കാണ്. അപ്പൊ ഒരു കണക്കിന് നിങ്ങൾ വളരെ നല്ല ഭാഗ്യമുള്ള കുട്ടികളാണ്. അപ്പോൾ നിങ്ങളുടെ അധ്യാപകർക്ക് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ പഠന കാര്യങ്ങൾക്ക് അല്ലാതെ തന്നെ ഇത്തരത്തിലുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് നല്ല പ്രോത്സാഹനങ്ങൾ തന്നുകൊണ്ട് നല്ല പിന്തുണയൊക്കെ തന്നുകൊണ്ട് നിങ്ങളെങ്ങനെ ഓരോ ഒരു പൂന്തോട്ടത്തിലെ ഒരു തോട്ടക്കാരൻ കുഴിച്ചിട്ട് നട്ട് വളർത്തുന്ന ചെടികളിലൊക്കെ പോകുന്നതാകുമ്പോ ഏറ്റവും ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അനുഭവിക്കുന്നത് പോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചർമാരും നിങ്ങൾ ഇതുപോലെയുള്ള വേദിയിൽ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് സ്വന്തമായിട്ടുള്ള ആശയങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ അവർക്കും വലിയ ഒരു ആനന്ദം ഉണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടാവുന്നത് കാരണം ഞാനും ഒരു അധ്യാപകനായിരുന്നു കുറെ കാലം. അപ്പൊ അതുകൊണ്ട് ഇന്ന് മാഷ് പറഞ്ഞ പോലെ മലയാളത്തിലെ വളരെ വിഖ്യാത സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കൃതികളുടെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ അത് ഈ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ അത് പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും ചെറിയ കുട്ടികൾക്കും ഏറ്റവും വലിയ പ്രായമുള്ള ആൾക്കും ജീവിതത്തിലെ ഏതൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കൃതികളുടെ ഏറ്റവും വലിയ സവിശേഷത എന്നാണ് ഈ തോന്നുന്നത്. ഉദാഹരണത്തിന് ഭൂമിയുടെ അവകാശം എന്ന് പറയുന്ന ചെറിയ ഒരു കഥ, അല്ലെങ്കിൽ വിശ്വവിഖ്യാതമായ ബുക്ക് എന്നൊക്കെ പറയുന്ന കഥ, അല്ലെങ്കിൽ പാത്രമേഖൻ ആട് എന്ന് പറയുന്ന തന്റെ ആത്മകഥാംശയുടെ നോവൽ, ഇതൊക്കെ നിങ്ങളെ പോലെയുള്ള ഹൈസ്കൂൾ പ്രായത്തിലുള്ള കുട്ടിക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റും. അതേപോലെ എന്നെ പോലെയുള്ള ഒരു മധ്യവയസ്സിനും ആസ്വദിക്കാൻ പറ്റും. നമ്മുടെ ഈ കഥയുടെ അനുഭവങ്ങൾ കൂടുന്നതിനനുസരിച്ച് ബഷീറിന്റെ കൃതികളിൽ നിന്ന് തരത്തിലുള്ള ആശയങ്ങളെ കണ്ടെത്തുന്നതാണ്. അത് പക്ഷെ എല്ലാ സാഹിത്യകാരന്മാർക്കും ഒരുപോലെ ഇണങ്ങുന്ന ഒന്നല്ല.
ചിലപ്പോൾ നമുക്ക് കുട്ടിക്കാലത്ത് ചില കൃതികൾ ഖസാക്കിന്റെ ഇതിഹാസം പോലെയുള്ള ഒരു നോവൽ വായിക്കാമെന്ന് വിചാരിക്കുകയാണ്. എല്ലാ മക്കൾക്കും അത് വായിക്കാൻ ചിലപ്പോൾ പറ്റും. ചെയ്തുകൊണ്ട് പറയുക. പക്ഷേ ഒരു പക്ഷേ അതിലെ എല്ലാ അംശങ്ങളും ഖസാക്കിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള രവി എന്ന് പറയുന്ന ആളുടെ ഒരു മാനസിക അവസ്ഥയും സങ്കീർണതകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഡിപ്രഷനും അയാളുടെ ദർശനങ്ങളും ചിലപ്പോൾ ഒരുപക്ഷെ ഒരു 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ അത്രയധികം ആസ്വദിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ അതിലൂടെ കാര്യങ്ങളുണ്ട്, ആസ്വദിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അതിലെ കുറെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളൊരു കുറച്ചുകൂടി മുതിരിപ്പോൾ കുറച്ചുകൂടി വിരുദ്ധാകുമ്പോൾ നമ്മുടെ ജീവിത അനുഭവങ്ങളൊക്കെ നേടുമ്പോൾ ഒരു മുതിർന്ന പുരുഷനൊക്കെ ആയി കഴിയുമ്പോൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടി ഒരു ചിന്തകളും നടപടികളും വെളിച്ചങ്ങളും ഒക്കെ കിട്ടും എന്നുള്ളതാണ്. അപ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബഷീറിന്റെ കൃതികൾ നിങ്ങളെയും ഞങ്ങളെയും ഒക്കെ ഒരുപോലെ ആസ്വദിക്കാൻ പ്രേരിപ്പിക്കുന്നവയാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്നിവിടെ അവതരിപ്പിക്കുന്ന എല്ലാ കൃതികളും അതിനുകളൊക്കെ പന്തിരികൾ നിങ്ങളുടെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്. കണ്ടിട്ടുണ്ടാണെങ്കിലും മമ്മൂട്ടി എല്ലാവർക്കും അറിയാം നമ്മുടെ സ്വന്തം ബഷീറിനെ. പരിചയമുണ്ടാകുന്ന ബഷീർ മലയാള സാഹിത്യത്തിലെ ഏറ്റവും എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ കഥകളും ദാരിദ്ര്യവും ജീവിത സത്യങ്ങളും മനുഷ്യത്വത്തിന്റെ ആഴവും ഉണർന്നിരിക്കുന്നു. അങ്ങനൊരു കഥയാണ് ഞാൻ ഇവിടെ പറഞ്ഞു നിൽക്കുന്ന പാവപ്പെട്ട കുറ്റവിളിച്ച. ഈ കഥയിൽ ബഷീർ കാണിക്കുന്നത് ദാരിദ്ര്യം എങ്ങനെ ഒരാളെ തകർക്കുന്നു എന്നതാണ്. ഈ ചെറുകഥ സമഗ്ര സാമൂഹിക ചിന്തകളെ ഉൾക്കൊള്ളുന്ന ഒരു കഥയാണ്. ബഷീർ ഈ പാവപ്പെട്ടവരുടെ വേട്ട എന്ന കഥയിൽ ഒരു വേശ്യയുടെ ജീവിതത്തിന്റെ സങ്കീർണമായ അനുഭവങ്ങളെയും അവരുടെ സമൂഹം എങ്ങനെ കാണും, എങ്ങനെ അവരുടെ ജീവിതം നിരീക്ഷിക്കുന്നു എന്നതിന്റെ അഭിമുഖങ്ങളാണ് ഈ കഥയിലൂടെ തുറക്കുന്നത്. ഈ കഥയിലേക്ക് കരുതുകയാണെങ്കിൽ ഈ ചെറുകഥ ബഷീറിന്റെ 10 കഥകൾ ഉൾപ്പെടുന്ന ഒരു കഥാസമാഹാരമാണ്. പാവപ്പെട്ടവരുടെ വേശ്യ എന്ന കഥ ഉൾപ്പെടെ നീലവെളിച്ചം, പോലീസുകാരന്റെ മകൻ, ഒരു മനുഷ്യൻ തുടങ്ങിയ മറ്റു പ്രധാനപ്പെട്ട കഥകളും ഈ സമാഹാരത്തിലുണ്ട്. ഈ ചെറുകഥ മുന്നോട്ട് പോകുന്നത് ഒരു പാവപ്പെട്ട കുട്ടികളും ഒരു വേശ്യയും തമ്മിലുള്ള സംഭാഷണത്തിലൂടെയാണ്. കഥയുടെ കേന്ദ്ര കഥാപാത്രം ഒരു ദരിദ്ര സ്ത്രീയാണ്. അവളുടെ ജീവിതവും ദാരിദ്ര്യവും അന്യായവും സമൂഹത്തിന്റെ അവഗണന എന്നിവ കൊണ്ട് ചെയ്യുന്നു. ജീവിതാവശ്യങ്ങൾ നിറവേറ്റാൻ അവൾ തിരിച്ചറിവിലേക്ക് കടന്നുവരുന്നു. പക്ഷേ ഈ സ്ത്രീയെ കുറ്റക്കാരിയായി ചിത്രീകരിക്കുന്നില്ല. പകരം അവരുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെ അവൾ നയിക്കുന്നു എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. കഥ ആരംഭിക്കുന്നത് സാധാരണ പാരമ്പര്യവും സമൂഹത്തിന്റെ അനീതിയും നിരീക്ഷിക്കുന്നതിലൂടെയാണ്. താൻ ചർച്ചയായ ഒരു സംഭവം അദ്ദേഹം തന്റെ കാമുകിയോട് പറയുകയാണ്. ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹം പർവ്വതത്തിന്റെ തെരുവിലൂടെ നടക്കുമ്പോൾ വഴിയരികിലിരുന്ന് തന്നൂർ കൊടുക്കുന്ന ഒരു സ്ത്രീയെ കാണുന്നു. സ്ത്രീയാണ്. വളർന്ന പലർക്കും മുഖന്റെ വേദനയും അപകടത്തിൽപ്പെട്ട ജീവിതത്തിന്റെ അടയാളങ്ങളും കടത്തിന്റെ അവളോട് സംസാരിക്കുന്നത് ആർക്കും അവളെ പഠിക്കുന്നു. പക്ഷേ പിന്നീട് ജീവിതകഥ തുറന്നു പറയുന്നു. അവൾ പറഞ്ഞു തനിക്ക് ഒരു ഭർത്താവ് കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ ഗാന്ധിയും വാഴകളും സമൂഹത്തിന്റെ കണ്ണിനും അവളെ എല്ലാം കഷ്ടപ്പെടുത്താൻ കാരണമായി. ഭർത്താവ് ഒരു കൂലിത്തൊഴിലാളിയായിരുന്നു. ലോകം പിന്നീട് കഴിച്ചു. കുട്ടികളെ കൊണ്ടുവരാൻ അവൻ അന്യരുടെ കീഴിൽ ജോലി ചെയ്തു. പക്ഷേ എല്ലാവരും അവരുടെ വേദനയായിരുന്നു. പിന്നീട് അവൾക്ക് ആഹാരത്തിനും അവയവത്തിനും വേണ്ടി മറ്റൊരു വഴിയില്ലാതെയായി. സമൂഹം തന്നെ അവരെ നീതിയാക്കി. അവൻ പറയുന്നു, എനിക്ക് ആരും ദോഷം ചെയ്യത്തില്ല. പാവപ്പെട്ടവന്റെ പാവം പൽപ്പെട്ടവരുടെയും പാവമല്ലേ. ഇത് കേട്ട് കഥാകാരൻ ഹൃദയത്തിൽ ഒരു വേദന അനുഭവപ്പെടുന്നു.
അവൻ സേവനത്തിന്റെ കൃത്യമായി കാണാൻ അവനാൽ കഴിയുന്നില്ല. കാരണം അത് ജീവന് വേണ്ടിയുള്ള പോരാട്ടം മാത്രമാണ്. പക്ഷേ ഈ സ്ത്രീയെ സമൂഹത്തിന്റെ ഇടയായി സ്വീകരിച്ചത് അവൾ വാങ്ങിയല്ല, മത്സരി അവളെ ആ ഭാഗത്തേക്ക് തള്ളിയതും പാവപ്പെട്ടവരെ കുറ്റപ്പെടുത്തുന്ന സമൂഹമാണ് കുറ്റക്കാർക്ക്. സഭയുടെ അവസാനം പ്രധാനമൻ ആ സ്ത്രീയോട് കരുണയോടും മാന്യമായ സഹതാപത്തോടും പെരുമാറുന്നു. അവളുടെ ദാരിദ്ര്യവും ദുരിതവും അവതരിപ്പിക്കുകയാണ് ബഷീർ. സമൂഹം പുറത്തേക്ക് കാണുന്ന രൂപത്തിലല്ല, മനുഷ്യന്റെ ഉള്ളിലെ വേദനയെയും സാഹചര്യത്തെ മനസ്സിലാക്കേണ്ടതാണെന്ന് ഈ കഥ പറയുന്നത്. വീഴ്ച എന്നത് ഇവിടെ വ്യക്തിയെ സൂചിപ്പിക്കുന്നതല്ല, മറിച്ച് ദാരിദ്ര്യത്തെ സംബന്ധിച്ച മനുഷ്യരാശിയുടെ രചിതമാണെന്ന് ബഷീർ വ്യക്തമാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ബഷീറിന്റെ ഈ കൃതി ദാരിദ്ര്യത്തിന്റെയും മനുഷ്യ സാഹചര്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ മനുഷ്യന്റെ ദയയും കരുണയും സത്യവും വെളിപ്പെടുത്തുന്ന ഒരു അമൂല്യ കൃതിയാണ്. ഈ കൃതി സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു കൃതിയാണ്. മീനാക്ഷിയും കാത്തി പിടിച്ച മോളെ, അല്ലെങ്കിൽ നീ ബുക്ക് നോക്കുമ്പോ ഞാൻ എങ്ങനെ അവതരിപ്പിക്കാൻ പോകുന്നത് നമുക്ക് മലയാളത്തിലെ ഏറ്റവും അധികമാണ് പ്രിയപ്പെട്ടതും അറിയപ്പെടുന്നതുമായ പ്രണയകഥയിലൊന്നാണ് വർഷത്തിന്റെ മറ്റെല്ലാ കൃതികളെ പോലെയാണ് ഈ നോവലും. തന്റെ മറ്റു കൃതികളിലെ പ്രധാന ചെറിയ കുട്ടികൾക്ക് കുട്ടികളെ കഴിയുന്നു. കാരണം ഞാൻ പറഞ്ഞതുപോലെ അത്രയും ചെറുപാടുകളാണ് ബഷീർ അദ്ദേഹം രചനകളിലൂടെ ആസ്വദിക്കുന്നത്. പലപ്പോഴും വെള്ളത്തിന്റെ കഥാപാത്രം മനുഷ്യൻ മാത്രമല്ല എഴുതേണ്ടത്, രാഷ്ട്രീയങ്ങളും തുടങ്ങിയ രീതിയിലും ബഷീറിന്റെ കഥാപാത്രം പറയുന്നു. ഇതിനെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ബഷീർ പല രസകരമായ കൃതികളും രചിച്ചിട്ടുണ്ട്. സാധാരണക്കാരുടെ കഥാപാത്രങ്ങളാണ് അദ്ദേഹം. ഇനി നമുക്ക് മധുരകാല നോവലിലേക്ക് കടക്കാം. ബഷീറിന്റെ ഒരു മുദ്രയൊക്കെ അതുപോലെ തന്നെ ബഷീറിന്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളാണ് ഇതിലൂടെ പറയുന്നത്. ഈ പുസ്തകം മാത്രമായി പ്രസിദ്ധീകരിച്ചത് വളരെ അപകടത്തിലാണ്. ഈ നോവലിൽ ഒരുപാട് കഥാപാത്രങ്ങളില്ല, വളരെ ചുരുക്കം കഥാപാത്രങ്ങൾ മാത്രം രണ്ട് പ്രധാന കഥാപാത്രങ്ങളുണ്ട്. ആദ്യത്തെ കഥാപാത്രം രണ്ടാമത്തെ പ്രധാന കഥാപാത്രം ഇവരും ദുർഘടങ്ങളാണ്. ബഷീർ ശൈലിനകത്തുള്ള വേദികളാണിത്. തിരുവനന്തപുരം സ്ത്രീകൾ ശൈലിനകത്തേക്ക് ബഷീർ സാഹിത്യകാരൻ വരുന്നത് അവർ അവരുടെ പ്രത്യേക സ്ഥലം തന്നെ വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു സാഹിത്യകാരനായതുകൊണ്ട് പ്രത്യേക പരിഗണന കിട്ടിയിരുന്നു. അങ്ങനെ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് സമരം ചെയ്തിരുന്നു. അവർക്കെതിരെ എഴുതിയതിനും എല്ലാം കഴിഞ്ഞാണ് ബഷീറിനെ ജയിലിലേക്ക് അയച്ചത്. അങ്ങനെ അദ്ദേഹം ജയിലിനകത്ത് കൊണ്ടുവരുന്ന സമയത്താണ് ബഷീറിന് അവിടെ ഒരു സ്ത്രീയുടെ രംഗം അനുഭവപ്പെടുന്നത്. ആ ജയിലിനകത്ത് സ്ത്രീ ഉള്ളത് പോലെ അദ്ദേഹത്തിനെ പിന്നീട് തോന്നുകയാണ്. അങ്ങനെ ബഷീർ അറിയുന്നു അവിടെ സ്ത്രീകളുണ്ടെന്ന്. അങ്ങനെയുള്ള സ്ത്രീകളുടെ ജയിലാണ്. അങ്ങനെ ഒരു പ്രശ്നം ബഷീറാണ് നടത്തിയിട്ടായിരുന്നു. പിന്നീടാണ് ബഷീറിനോട് പരിചയമാകുന്നത്. ആ സ്ത്രീയായിരുന്നു രണ്ടാമത്തെ പ്രധാന കഥാപാത്രമായ നാരായണന്റെ സ്ത്രീ കഥാപാത്രം. പിന്നീട് നാരായണൻ ബഷീറിനോട് ചോദിക്കുകയാണ്, എനിക്കൊരു റോസാപ്പൂവ് തരുമോ? ബഷീർ ജയിലിനകത്ത് കുന്നോട്ടം ഉണ്ടാക്കിയിരുന്നു. അവിടെ മുസ്ലിം അവർ രണ്ടുപേരും അതിന്റെ അർത്ഥമുള്ള നോക്കാപ്പുറത്തായി മാറ്റിയാണ്. ഇങ്ങനെ ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ഇതുവരെ ഇവർ പരസ്പരം കണ്ടിട്ടില്ല. അപ്പോഴാണ് ഇരുവരും ഒരുമിച്ച് കണ്ണാടി ചിരിക്കുന്നത്. തമ്മിൽ കാണുന്ന രണ്ടുപേരും കാണിക്കുകയാണ്. അതിനിടയിൽ രണ്ടുപേരും അവരുടെ ഭംഗി സംസാരിക്കുന്നുണ്ട്.
ഇങ്ങനെ അവർ പരസ്പരം എന്നാൽ എങ്ങനെ തിരിച്ചറിയുമെന്നും ചർച്ച ചെയ്യുന്നുണ്ട്. നാരായണ അവതരിപ്പിച്ചും ഭക്തർ അവതരിപ്പിച്ചും വിവരിക്കുന്നുണ്ട്. നാരായണ പുരുഷന്മാരുടെ സ്ഥിതിയെ നിർണ്ണയിക്കുന്ന ആശുപത്രിയിലേക്കാണ് വരാമെന്ന് പറഞ്ഞത്. അവർ ഒരു വ്യാഴാഴ്ച കാണാമെന്നാണ് തീരുമാനിച്ചത്. ഇരുവരും കാണുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് ചെയ്യുകാരൻ ഭക്ഷണത്തിന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് അവിടെ ഒരു കുപ്പായം എടുത്ത് അതിനുശേഷം അയാൾ പറയുകയാണ് പഠിക്കുന്നുള്ളത് ഇതൊന്ന് ധരിക്കൂ, ഞാൻ കാണട്ടെ. അങ്ങനെ ഭക്ഷിക്കാന്റെ കുപ്പായം ധരിച്ചു. ഇതെല്ലാം കഴിച്ചപ്പോഴാണ് എല്ലാവരുടെയും വൃത്തത്തിലായിരുന്ന ഒരു കാര്യം ചെയ്യപ്പാടൻ പറയുന്നത്. ഇത് കേട്ട ഉടൻ ബസ്സിൽ നടന്നു പോയി. ഇതൊന്നും അറിയാതെ അപ്പോഴും നാരായണൻ ആ ഉണങ്ങിയ കണ്ട് ഉയർത്തുന്നുണ്ടായിരുന്നു. ബഷീറിന്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് എന്റെ പ്രിയപ്പെട്ട നാരായണനാണ്. പിന്നെ അവരുടെ കുറ്റമായിരുന്നു. സാധാരണ കടലിൽ കഴിക്കുന്നവർക്ക് സന്തോഷം തോന്നിയിട്ടുള്ളത് ബഷീറിനത് കൊടുത്തി കഴിയാനാണ് തോന്നിയത്. ഈ നിമിഷങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്റെ മെഴുകിയായ നാരത്തിന്റെ മാർഗത്തെ വിശ്വസിക്കുന്നുള്ളൂ. ഈ സുന്ദരമായ അവസാനിക്കുകയാണ്. ആ സുന്ദര തുണയിൽ വിഷയം ഇവിടെ വേർപിരിക്കുകയാണ്. ഒരു നഷ്ടപ്രണയത്തിന്റെ വേദനയാണ് നമുക്ക് പകർന്നു തരുന്നത്. അടുത്തത് ജീവിത നിലപാടുകൾ എന്നൊരു ഏറെ പ്രിയപ്പെട്ടതുമായ എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. നമുക്ക് പരിചിതമായ ധാരാളം നോവലുകളും പലതരം തിരിച്ച ഒരു കഥാകൃത്ത് കൂടിയാണ് ബഷീർ. ബഷീറിന്റെ കൃതികളിലെ രണ്ടാഴ്ച സംസ്കൃത അദ്ദേഹം സംസാര ഭാഷയിലാണ് കഥകൾ രചിക്കുന്നത് എഴുത്താണ്. സമൂഹത്തെക്കുറിച്ചുള്ള ബഷീറിന്റെ നിരീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ കൃതികളിൽ കാണി സാമൂഹിക മനുഷ്യാത്മാവിന്റെ പ്രതിരോധന ശേഷി തുടങ്ങിയ വിവിധ വിഷയങ്ങൾ സ്പർശിക്കുന്ന നോവലുകൾ, കഥകൾ, ഉപന്യാസങ്ങൾ എന്നിവയിലൂടെ അദ്ദേഹം വ്യാപകമായി പ്രശംസിച്ചു. അദ്ദേഹത്തിന്റെ കൃതികളിലേക്ക് ഭാഷയിൽ ഉള്ളവ ആയതിനാൽ കുട്ടികൾക്ക് പോലും ആസ്വദിക്കാൻ കഴിയുന്നവയാണ്. സാധാരണമായ വാർത്തകളെയും പേരുകളെയും സാഹിത്യ ഭാഷയെയും സാധാരണ സംസാരിക്കുന്ന ഭാഷയെയും അദ്ദേഹം പങ്കിടുകയാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് പോലും ഭാഷയെ ഏറെ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹം കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നത് ചുറ്റുപാടുകളിൽ നിന്നുമാണ്. പ്രസിദ്ധീകരിക്കുന്ന ഈ നോവലിൽ ബന്ധപ്പെട്ടത് മുഹമ്മദ് അബ്ബാസ്, വസന്ത കുമാരി സിദ്ധാർ എന്നിവരാണ് ഈ പദവിയിലെ പ്രധാന കഥാപാത്രങ്ങൾ. മുഹമ്മദ് അബ്ബാസിന്റെ മലയാളത്തിന്റെ ജോലി അന്വേഷിച്ചു ഒരു നഗരത്തിലേക്ക് എത്തുന്നതോടെയാണ് പദവിയുടെ തുടക്കം. അവന്റെ കുടുംബം പഠനം ചെലവഴിച്ച് പ്രതീക്ഷയോടെയാണ് നമ്മെ പഠിപ്പിച്ചത്. പഠനം കഴിഞ്ഞ ഉടനെ നല്ലൊരു ജോലി ലഭിച്ചു. അതുമൂലം കഴിപ്പം കൊടുക്കാൻ ഒരു നല്ല കാലഘട്ടത്തിൽ പ്രതീക്ഷയോടെ അബ്ബാസ് ചെറുപ്പവനത്തിൽ നിന്ന് കോളേജിൽ കുട്ടികളെ താമസിക്കാൻ സൗകര്യമുള്ളവരെ ഈ വ്യക്തികളെ താമസിക്കുന്ന ഏർപ്പാടുകൾക്ക് തുടങ്ങുന്നു. പട്ടണത്തിന്റെ ഭാഗത്തിന്റെ കോടതിയിലെത്തിയ കഥാനായകൻ കോട്ടയം ഉയർന്ന തോതിൽ അയാളെ സൃഷ്ടിക്കാൻ ആരംഭിച്ചു. പട്ടണങ്ങളിലെ വാടകോളങ്ങളിൽ നോക്കിയ അയാളുടെ ഉയർന്ന യോഗ്യതകൾക്കനുസരിച്ച് തൊഴിലുകൾക്ക് അപേക്ഷയായിരുന്നു. ഭാവിപ്പിക്കുന്ന ഉയർന്ന യോഗ്യതകൾക്കനുസരിച്ച് ദിനങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നു. കയ്യിൽ പൈസ മുഴുവൻ ജോലിയൊന്നും ലഭിച്ചതുമില്ല. ഹോട്ടലിൽ നിന്നും അയാൾ പുറത്താക്കപ്പെട്ടു. തന്റെ ജീവിതത്തിലെ ഏറ്റവും കഷ്ടത നിങ്ങളുടെ ഒരു സമയത്തിലൂടെ കടന്നു പോകുക. ജീവിതം ഉയർത്തിപ്പിടിച്ച അഭിമാനം കാഴ്ചവയ്ക്കാൻ ഒരു പ്രവർത്തിക്കുമ്പോൾ എല്ലാവരും കാര്യങ്ങളെ പഠിച്ചത്. അതിന് കഷ്ടമാണ് പഠിപ്പിച്ചുകൊണ്ട് ലഭിക്കാത്ത അവസ്ഥ. ആളുകൾ ജോലിക്കാർ മനസ്സിലാവുന്നു. അത് സാങ്കേതിക താമസിക്കും. അവരെ അവഗണിച്ചു സമ്പത്തിന്റെ അയാളോട് അനുകമ്പ കാണിച്ച വസന്തകുമാരിയെ തേടിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് കണ്ടു. ബഷീർ കൃതിയുടെ പ്രത്യേകതയാണ് ആവശ്യത്തെ മനസ്സിനെ പരാജയപ്പെടുകയും ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബഷീറിന്റെ നോവൽ കഥയെപ്പറ്റും
അവര് ഇന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഈ വായനവട്ടത്തില് പുസ്തകം അവതരിപ്പിച്ചത്. 3 പേരും ചേർന്ന് ബഷീർ കൃതികൾ തെരഞ്ഞെടുത്ത് സ്വന്തമായി എഴുതി അവരുടെ വീക്ഷണങ്ങളൊക്കെ ഇവിടെ അവതരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് നമുക്കും ആ ബഷീർ കൃതികളിലൂടെയൊക്കെ വീണ്ടും ഒന്നുകൂടി പോകാനുള്ള ഒരു അവസരം കൂടി കിട്ടി. നിങ്ങൾക്കും അതുപോലെ ഞങ്ങൾ അധ്യാപകർക്കും ഒക്കെ ഒന്നുകൂടി ഞങ്ങളുടെ വായനയെ കൊണ്ട് പുതുക്കാൻ കഴിയുന്നത്. സഹകരണമൊക്കെ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ ഈ പുസ്തകം തിരഞ്ഞെടുക്കുന്നത് അല്ലെ? എനിക്ക് തോന്നുന്നു ഇന്ന് അവരോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് തീരെ പ്രസക്തിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മുടെ മലയാള സാഹിത്യത്തിലും നമ്മുടെ വായനാവട്ടത്തിലും ബഷീർ ഇല്ലെങ്കിൽ ആരെ കുറിച്ച് നമ്മൾ ബഷീറിന്റെ കൃതികളെ കുറിച്ച് ചർച്ച ചെയ്യില്ലെങ്കിൽ നമ്മൾ ആരെ കുറിച്ച് ചർച്ച ചെയ്യും അല്ലേ? അതുകൊണ്ട് നമുക്ക് സാഹിത്യത്തെ പറയുമ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറ്റവും പ്രായമായവർക്കും ഒരുപോലെ വിദ്യാസമ്പന്നർക്കും അക്ഷരം വായിക്കാൻ അറിയുന്ന ആർക്ക് പോലും വായിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന കൃതികളാണ് ബഷീറിൻ്റെതെന്ന്. നമുക്ക് ഈ എഴുത്തുകാരെ നമ്മളെ സ്കൂളുകളിലോ മറ്റ് പൊതുസമൂഹത്തിലോ ഒക്കെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്നതാണ് ബഷീർ കൃതികൾ. ബഷീർ ദിനത്തില് ജൂലൈ 5-ന് എല്ലാ സ്കൂളുകളിലും പബ്ലിക് ലൈബ്രറികളിലും ഒക്കെ ബഷീർ കൃതികളെ കുറിച്ച് ചർച്ച ചെയ്യുകയും ബഷീർ കഥാപാത്രങ്ങളായിട്ട് വരികയും ഒക്കെ ചെയ്യാറുണ്ട്. ഈ അടുത്തായിട്ട് അതിനെ കുറിച്ച് ഏറെ വിവാദങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട് അല്ലെ? പലരും പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ശരിയാണല്ലോ ഇവർ പറയുന്നത്. ഏത് രീതിയിലാണ് അവര് ഈ ബഷീർ, എന്തുകൊണ്ട് നിങ്ങൾ ബഷീറിന്റെ മാത്രം ഇങ്ങനെ ആഘോഷിക്കുന്നു? എത്രമാത്രം സാഹിത്യകാരന്മാർ മലയാളത്തിലുണ്ട്? അങ്ങനെ ചോദിക്കുന്നവരുടെ അജണ്ട വേറെ രീതിയിലാണ് അവർ അതിനെ ആക്കി മാറ്റുന്നത്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവരതില് സാമുദായികമായ ഒരു കാഴ്ചപ്പാടും ഒരു മതവികാരങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടാണ് അവരതിനെ ചോദ്യം ചെയ്യുന്നത്. ഇത് ബഷീറിന്റെ സാഹിത്യ മൂല്യം, ബഷീറിന്റെ കഥകളെ ആഴത്തിൽ മനസ്സിലാക്കിയ ഒരാളും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയോ അല്ലെങ്കിൽ കുട്ടിയോട് അനുകൂലമായി പ്രതികരിക്കുകയോ ചെയ്യുകയില്ല. വെറുതെ ഒരു എന്താ പറയുകയാണല്ലോ, എല്ലാവരും നമ്മള് പൊടിയിലെയും ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ നിറങ്ങൾ കൊണ്ട് വെറുതെ വായിൽ പൂശാം അല്ലേ? നിങ്ങൾ ആലോചിക്കണം, അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കുന്നത് എന്തൊരു ബഷീറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നത് എന്തൊരു വിനോദാഭാസമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമുക്കറിയാം, ആദ്യം അദ്ദേഹം എഴുതിയ കൃതിയാണ് ആദ്യമായിട്ട് അച്ചടിക്കപ്പെട്ടു വന്നത് പ്രേമലേഖനം. ആ പ്രേമലേഖനത്തില് സാറാം കേശവനായകാണ്. അവർ 2 വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഉണ്ടാകുന്ന കുട്ടിക്ക് പേരിടാൻ വേണ്ടിയിട്ട് അവര് ചർച്ച നടത്തുന്നുണ്ട്. അതിൽ 3 പേര് പറയുന്നത് ഒരു ജാതിയുടെയോ ഒരു മതത്തിന്റെയോ പ്രതീകമായിരുന്നു നമ്മുടെ കുട്ടിക്ക് ഇടരുത്. പല പേരുകൾ പറയും, ആകാശം, വെട്ടായാലും ഒക്കെ പറയുന്നു. വാക്കുകൾ ചേർത്തിട്ട് ആകാശവും വിട്ടാലും ചേർത്ത് ആകാശം വിട്ടായി എന്ന് പേരിടാൻ തീരുമാനിച്ച് കഥ എഴുതിയ കഥാകാരന്മാർക്കാണ് ഈ സാമുദായികമായ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് ബഷീർ ആദ്യപ്പെടുന്നത് ആഘോഷിക്കപ്പെടുന്നതെന്നൊക്കെ പറയുന്നത്. അതിന്റെ പിന്നിലുള്ള അജണ്ടയും നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ബഷീർ എന്തുകൊണ്ട് ഇങ്ങനെ ആലോചിക്കപ്പെടുന്നു, ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാകുമ്പോൾ നമ്മൾ ആലോചിക്കുകയോ അവർക്ക് അവരോട് നമുക്ക് പ്രതികരിക്കേണ്ടതായി വരുമ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ വയലാറ് അശ്വവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ പൂർവികർ അശ്വവിജയികൾ എന്റെ പൂർവികർ അശ്വഹൃദയർ, എന്റെ പൂർവികർ വിശ്വവിജയികൾ. അവര് ഈ രാജാക്കന്മാരുടെയും രാജാക്കന്മാരുടെയും അതുപോലെ ദൈവങ്ങളുടെയും അതുപോലെ സമസ്തരുടെ ഒക്കെ ഇടയിൽ നിന്നാണ് കവിതയെ എന്റെ പൂർവികർ സാധാരണക്കാരുടെ കയ്യിലേക്ക് ഇറക്കി കൊണ്ടുവന്നത്. കവിതയുടെ ചരിത്രത്തെ കുറിച്ച് വയലാർ അശ്വൻ എന്ന് പറയുന്നുണ്ട്. കഥാചരിത്രത്തിൽ അങ്ങനെയുള്ള ഒരു അശ്വഹൃദയനാണ് ബഷീർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബഷീറിന്റെ ബാല്യകാല സഖി വന്ന കാലം നമ്മൾ നോക്കണം. 1944-ലാണ് ബാല്യകാല സഖി പുറത്തിറങ്ങുന്നത്. അതുവരെ ചരിത്രകാരന്മാരെ കുറിച്ച്
രാജാക്കന്മാരെ കുറിച്ച്, സവർണരെ കുറിച്ച്, ഇങ്ങനെ ഗുരുജാത്തിനെ കുറിച്ചൊക്കെ കഥ പറഞ്ഞിരുന്ന ഒരു ലോകത്തേക്ക് ബഷീർ കൊണ്ടുവരികയാണ് സുഹറയെയും മജീദിനെയും. എന്നിട്ട് നഗരങ്ങളിലുള്ള സുഹറ മജീദിനോട് പറയുന്നുണ്ട്, ഇടയാ മാറും, ഇടയാ കഴിക്കും. സാധാരണക്കാരിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സുഹറ. അതുപോലെ മജീദ് മരത്തിലേക്ക് മക്കയും മദീനയും സ്വപ്നം കാണാണ്. ദുരന്ത ജീവിതം, പ്രണയത്തിന്റെയും ചിത്രത്തിന്റെയും ദുരന്തമൊക്കെയാണ് ആ കഥകളിൽ അവതരിപ്പിക്കുന്നത്. ഇനി അനേക കഥാപാത്രങ്ങൾ പൊൻകുരിശ് തോമ പറയുന്നുണ്ട്, ഈശോക്ക് എന്തിനാണ് പൊൻകുരിശ് എന്ന് പറഞ്ഞുകൊണ്ട് കുരിശ് പ്രവർത്തിക്കുന്ന പൊൻകുരിശ്, മണ്ട നോക്കാമ, അങ്ങനെ ധാരാളം കഥാപാത്രങ്ങൾ. താമകനെ മുണ്ടിനുള്ളിൽ വെച്ചിട്ട് കോഴിമുട്ട കാണാതെ കൊടുക്കുന്ന കാമുകി, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ നിറഞ്ഞ ഒരു കഥാലോകത്തെ പരിചയപ്പെടുത്താണ് ബഷീർ. അതിനുശേഷം ആ ലോകം പഴയ കാലത്തിലേക്ക് മടങ്ങി പോയിട്ടില്ല. ബഷീറിന്റെ ആ കഥാലോകത്തൊന്നും സാധാരണക്കാരന്റെ വിശപ്പിനെ കുറിച്ചും വേദനയെ കുറിച്ചും പറയുന്ന ആ ലോകത്തൊന്നും കഥാലോകം പഴയതിലേക്ക് മടങ്ങി പോയിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രം കുറിച്ച ഒരു കഥാകാരനാണ് ബഷീർ. മതിലുകളെ കുറിച്ച് ഇവിടെ പറഞ്ഞു. മതിലുകൾ ശരിക്കും ബഷീറിന്റെ അനുഭവം തന്നെയാണെന്നാണ് പറയുന്നത്. ഒരു ഐ ജി ആയിരുന്ന അലക്സാണ്ടർ അവിടെ പൂജപ്പുര ജയിലിൽ പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, ഈ ബഷീർ എഴുതിയ ഈ കഥയിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ. അന്വേഷിച്ചപ്പോ ആ ഒരു നാരായണി എന്ന കഥാപാത്രം, ആ പേരിലല്ല വേറൊരു യഥാർത്ഥ കഥാപാത്രം അവിടെ ഉണ്ടായിരുന്നു. ഈ കഥയില് ആരെയും കൊന്നിട്ട് ജീവപര്യന്തം കടന്നാണ് വരുന്നത്. പക്ഷെ എന്തോ ഒരു ചാടന മറ്റേ കേസിലെല്ലാം പിടിക്കപ്പെട്ട ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു എന്നും ബഷീറിന് അവരോട് പ്രണയം തോന്നിയിരുന്നു എന്നൊക്കെ ഉള്ളത് യാഥാർത്ഥ്യമാണ്. ആ ഒരു വേദന അവസാനം ഇപ്പോൾ പറഞ്ഞില്ലേ, ആർക്ക് വേണം ഈ സ്വാതന്ത്ര്യം, പ്രണയത്തിനപ്പുറം ഒരു സ്വാതന്ത്ര്യവും വേണ്ട എന്ന് പറയുന്ന ഒരു വേദനയോടെ പറയുന്ന ബഷീർ കഥാപാത്രത്തെ നമുക്ക് ആ കൃതിയിൽ കാണാം. ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധിയെ കുറിച്ച് മാത്രം പാടിയ അല്ലെ കഥ പറഞ്ഞ ആളുകളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് പാവപ്പെട്ടവരുടെ വേശ്യ ഒരു കഥാപാത്രമായിട്ട് വരുന്നത്. റണിയല്ലേ എന്ന് പറഞ്ഞത് അല്ല, അശ്വതി പറഞ്ഞോ, ആ വേശ്യയുടെ, അതായത് ഒരു പോലീസുകാരൻ ലാത്തി കൊണ്ട് ആ വേശ്യയുടെ മാറിൽ അടിക്കുകയും ആ മാറിൽ ചുവന്ന അടയാളം, അത് ആ കാഴ്ച ഒരിക്കലും ബഷീറിന്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല. ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് തന്റെ സുഹൃത്തിനോട് ബഷീർ പറയുന്നവരൊക്കെ ആ കഥയിലുണ്ട്. അങ്ങനെ ജനങ്ങളുടെ, സാധാരണക്കാരന്റെ വിശപ്പിന്റെ വേദനയുടെ ഒക്കെ കഥ പറഞ്ഞ, വെറുതെ വിശപ്പിനെ കുറിച്ച് മാത്രം പറയല്ല, നർമ്മമധുരമായിട്ടാണ് പറയുന്നത്. ഒന്നും രണ്ടല്ല, ഇമ്മിണി വലിയ ഒന്ന് എന്ന് വലിയൊരു അദ്വൈത ദർശനം, രണ്ടാമതൊന്നില്ല, എല്ലാം ഒന്നേയുള്ളൂ എന്ന് പറഞ്ഞ മഹാനായ മതേതരനായ ഒരു എഴുത്തുകാരൻ തന്നെയാണ് ബഷീർ. ബഷീർ എന്നും ആചരിക്കപ്പെടട്ടെ, ആഘോഷിക്കപ്പെടട്ടെ. ഇനിയും ഇതുപോലെയുള്ള ചർച്ചകൾ ഉണ്ടാവട്ടെ. എല്ലാവർക്കും ആശംസിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ വായനത്തിൽ സാധാരണ നടക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായി 3 ആളുകളാണ് ഇവിടെ പുസ്തകാവതരണം നടത്തിയത്. 3 ആളുകളും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പുസ്തകങ്ങളാണ് അവതരിപ്പിച്ചത്. വളരെ മനോഹരമായി തന്നെ അവതരിപ്പിച്ചു. ബഷീറിന്റെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത ചെറിയ കുട്ടികൾക്ക്, അതായത് ഭാര്യയുടെ തുടക്കക്കാർക്ക് വരെ നന്നായി ആസ്വദിക്കാൻ കഴിയുന്നതാണ്. അതിൽ വളരെ വലിയ സാഹിത്യപരമായ ഭാഷകളൊന്നും ചേർക്കാറില്ല. വളരെ ലളിതമായ ഭാഷകൾ തന്നെയാണ് ബഷീർ പല കൃതികളും രചിച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊരു പ്രത്യേകത, ബഷീറിന്റെ കൃതികൾ വായിച്ചു തീർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അവസാനിപ്പിക്കാൻ കഴിയില്ല. അതിനെ തുടർച്ചയായി വായിച്ചുകൊണ്ടിരിക്കും. അതിനൊരു മടുപ്പും തോന്നാറില്ല. ഞാൻ ആദ്യമായി വായിച്ചത് ബഷീറിന്റെ ഭൂമിയുടെ അവകാശങ്ങൾ എന്ന പുസ്തകമാണ്. അത് വളരെ ചെറിയൊരു പുസ്തകമാണെങ്കിലും അതിനുള്ള ആശയം വളരെ വലുതാണ്. നാം ഒരു ശരിയായി വളരെ അനാവശ്യമായി പ്രതികരിക്കപ്പെടുന്ന വലിയൊരു ആശയത്തിനെയാണ് ആ ചെറിയ പുസ്തകത്തിലുള്ളത്. പിന്നീട് വായിച്ചത്
ജനിക്കുന്ന ബഷീർ നമുക്കറിയാം ഒന്നും ഒന്നും ഇങ്ങനെ പറയുന്നത്. പിന്നെ തുപ്പുമാരാണ് സാധാരണ എഴുത്തുകാരാണ്. എൻ്റെ തുപ്പുമാർ ഒരു ആന ഉണ്ടായിരുന്നു അങ്ങനെ പറയുന്നത്. പക്ഷേ ബഷീർ തന്റെ ഭാഷയിൽ തുപ്പുമാർക്കുണ്ടായിരുന്ന അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള കൃതികൾ എഴുതാതെ മനസ്സ് ശ്രദ്ധിക്കുന്നത് ബഷീറിന്റെ കൃതികളുടെ വളരെ വലിയ പ്രത്യേകത തന്നെയാണ്. ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് വായനകൾ ഉണ്ടാകട്ടെ. അത് നമുക്ക് എപ്പോഴും വരാൻ കഴിയട്ടെ. ഇത് ഒരിക്കലും അവസാനിക്കാതെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരു പല വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തിയാണ് ബഷീർ ജയിലിലൊക്കെയാണ്. അപ്പൊ അത് രാഷ്ട്രീയ തലവനായിട്ടാണ് ബഷീർ അവിടെ സെൻട്രൽ ചെല്ലുന്നത്. ഈ ബഷീറും ചില സുഹൃത്തുക്കളും ചേർന്നിട്ട് ഒരു മാസികയൊക്കെ നടത്തുന്നുണ്ട്. കമ്മപ്പേരിലൊക്കെ ഒരു സ്വന്തം വെച്ചിട്ട് ഇത് ഉപയോഗിച്ചിട്ടാണ് വിപ്ലവ എഴുത്തുകൾ അല്ലെങ്കിൽ രചനകൾ ജനങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിലേക്കും സർക്കാരിനെതിരെയും വിപ്ലവം നടത്താൻ ആഹ്വാനം നടത്തിക്കൊണ്ടാണ് എഴുതുന്ന കുറിപ്പുകൾ അടങ്ങിയ ഒരു പബ്ലിക്കേഷൻ ഇവർ തുറന്നു. അത് പിന്നീട് അത് സർക്കാരിന് അക്കൗണ്ടിലേക്കെതിരെ പോലീസുകാരെ പിടിക്കുകയൊക്കെ ചെയ്തിട്ടാണ് അങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളും ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നത്. പക്ഷെ ജയിലിലെത്തുന്ന തന്നെ ഇവരെ അറിയപ്പെടുന്നത് എഴുത്തുകാരായിരുന്നു. അതുകൊണ്ടാണ് മീനാക്ഷി ഇവിടെ അവതരണത്തിൽ പറഞ്ഞതുപോലെ ബഷീറിന് പ്രത്യേക പരിഗണനകളൊക്കെ കിട്ടുന്നത്. ഈ ജയിലർമാരെ അല്ലെങ്കിൽ ജയിൽ ഉദ്യോഗസ്ഥരെല്ലാം അദ്ദേഹത്തിന് ജാതകയും ബഹുമാനമൊക്കെ കൊടുത്തു. അദ്ദേഹത്തിന് എഴുതാനുള്ള പേപ്പർ പേരാനൊക്കെ വാങ്ങിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് പേപ്പർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിലയുള്ള സാധനം. നമ്മളിപ്പോ ഏകോപൊക്കെ വരച്ചിട്ട് കളയുന്ന ഒരു സാധനം, നോട്ട്ബുക്കൊക്കെ വരച്ചിട്ട് കളയുന്നതല്ല. ഒരു കടലാസ് പേപ്പറൊക്കെ ക്ഷാമമാണ് വലിയ വിലയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബഷീർ എഴുതാൻ കഴിഞ്ഞിരുന്നു. പറഞ്ഞ പ്രേമലേഖനം എന്ന് പറയുന്ന ബഷീറിന്റെ ആദ്യകാല കൃതി ബഷീർ ജയിലിൽ വെച്ചാണ്. ജയിലിലെ മറ്റ് തടവുകാർക്ക് ഒരു മേധാപോക്കിന് വേണ്ടി അവർക്ക് വായിച്ച് രസിക്കാൻ വേണ്ടി എഴുതി കൊടുത്തൊരു കഥയാണ് സാധാരണയും ദേശീയമായിട്ട് നമ്മൾ പറയുകയും വിവാഹത്തിലേക്ക് ചെയ്യുന്ന അത് വളരെ ചെറിയ എന്നാൽ വളരെ ആനന്ദമുള്ള ഒരു കൃതി പ്രേമലേഖനം. അപ്പൊ ഇതൊക്കെ ജയിൽ എന്ന് പറയുന്നത് ബഷീറിന്റെ വലിയ ബഷീറിന്റെ പിൽക്കാല കൃതികളിലൊക്കെ ബഷീറിന്റെ ആഴത്തിലേക്ക് ചിന്തിപ്പിക്കാൻ പറ്റിയ സ്ഥലമായിട്ട് നമുക്ക് കരുതാം. കാരണം ഈ എന്ന് ചോദിക്കുന്ന ചോദ്യം ഭയങ്കര ഒരു ചോദ്യം. അപ്പൊ ഇതില് നാരായണി എന്ന് പറയുന്ന കണ്ടിട്ടില്ലാത്ത ഒരു തരത്തിൽ അജ്ഞാതയെങ്കിലും ആഴത്തിൽ നിൽക്കുന്ന ഒരു പ്രണയത്തിലായി പോകുന്ന ആ നമ്പറിന്റെയാണൊരു പെണ്ണുമായിട്ടുള്ള ഒരു ബന്ധം. ആ പ്രണയത്തിൽ മുഴുകി ബഷീറിന്റെ ജയിലൊരു പൂങ്കാവനമായി മാറിയിട്ടുണ്ട്. ബഷീറിന്റെ ജയിലൊരു സ്വർഗമാണ്. കാരണം ആരും എനിക്ക് ഇഷ്ടപ്പെട്ട് കടക്കുന്നില്ലല്ലോ. നമ്മളെ പിടിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ജയിൽ. ഞാൻ ജയിലിൽ പെട്ടുപോയെന്ന് മലയാളികളൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. പക്ഷെ ഈ ജയിലിൽ ചെല്ലുകയും ചില സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയും അപ്പുറത്ത് ഞാൻ നിൽക്കുന്ന മതിലിനപ്പുറത്ത് ഒരു പെൺ ജയിലുണ്ടെന്നും അവിടെ ഒരു യുവതിയായ ഒരു തടവുകാരി ഉണ്ടെന്നൊക്കെ ബഷീർ മനസ്സിലാക്കുകയും അതുവരെയൊക്കെ എല്ലാ ദിവസവും സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അതിലെ ഈ നാരായണി എന്ന് പറയുന്ന കഥാപാത്രം ഈ ഉയരമുള്ള ഒറ്റ മതിലിന്റെ മുകളിലോട്ട് ഒരു ചുള്ളിക്കമ്പി ഇങ്ങനെ എടുത്തത്. അപ്പൊ ബഷീർ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഭൂമിയുടെ മലയാളത്തേക്ക് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഈ ചുള്ളിക്കമ്പ് അവിടെ എറിയുന്നത് ഇദ്ദേഹത്തിന് കണ്ടാതെ കോമഡിയൊക്കെ ഒന്ന് ചെയ്യും. കാരണം അവരവിടെ വന്നോന്നുള്ളതിന്റെ സിഗ്നലാണ്. അപ്പൊ ബഷീർ ഞാൻ വന്നു എന്നൊക്കെ പറഞ്ഞൊരു സംഭാഷണം തുടങ്ങി. ഇവര് മീനാക്ഷി റോസാപ്പ് കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. ബഷീർ അവിടെ പൂന്തോട്ടം ബഷീർ അങ്ങനത്തെ ഗാർഡൻ തോന്നിക്കുന്ന ഒരാളാണ്. ബഷീർ പൂക്കളോടും ചെടികളോടും ഒക്കെ ഇഷ്ടമാണെന്ന് നമ്മള് മറ്റു കൃതികളിലൂടെ ഒക്കെ അറിയാം. അപ്പൊ റോസാപ്പൂവിനോട് ജവഹർലാലിനെ പോലെ റോസാപ്പൂവിനോട് പ്രത്യേക ഇഷ്ടമുള്ള ഒരാളാണ് ബഷീർ. പനിനീർ പൂക്കൾ നട്ട് വളർത്തുകയും അതിന് വെള്ളമൊക്കെ ഒഴിക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ
നാരായണൻ ചോദിക്കുന്നുണ്ട് എനിക്ക് റോസാപ്പൂ തരുമോ അല്ലെങ്കിൽ ഒരു ചെടി തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം അവിടുന്ന് പറിച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രണയോപകാരമായിട്ട് ഈ കൂറ്റ മധുരക്ക് അമ്മത്തോട് എന്തൊക്കെ കൊടുത്ത്. അപ്പൊ ഇത്തരത്തിൽ ഭയങ്കര രസകരങ്ങളുടെ ഈ കഥാപാത്രത്തിനകത്തെ പ്രണയം പോകുന്ന സമയത്താണ് ഈ ഹിന്ദി പോലെ വെല്ലുകൾ വന്നിട്ട് അവരോട് പറയാണ് നിങ്ങൾക്ക് പോകാൻ കേട്ടോ, യു ആർ ഫ്രീ എന്ന് പറയും. അപ്പൊ ഇദ്ദേഹം പൊട്ടിത്തെറിച്ചിട്ട് ചെയ്യും ആർക്ക് വേണം സ്വാതന്ത്ര്യം ചോദിക്കുമ്പോ അത് മൊത്തം മനുഷ്യനോടുള്ള ചോദ്യം. കാരണം നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഫ്രീഡമാണ്. നമ്മളെല്ലാവരും സ്വാതന്ത്ര്യത്തോടെ നടക്കുന്നത് പൊളിറ്റിക്കൽ ഫ്രീഡം കൊണ്ടാണ്. പക്ഷേ പൊളിറ്റിക്കൽ ഫ്രീഡം മാത്രമല്ല മനുഷ്യന്റെ സ്വാതന്ത്ര്യം, പല ഘടകങ്ങൾ ചേരുന്നതാണ്. സ്നേഹിക്കാനും സ്വതന്ത്രനായി ചിന്തിക്കാനും സ്വസ്ഥതയോടെ ഇരിക്കാനൊക്കെ പഠിക്കുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം വരുന്നത് എന്നൊക്കെയുള്ള ആഴമുള്ള ചിന്തകളിലോട്ട് നമ്മളോട് കൊണ്ടുപോകുന്നുണ്ട്. അദ്ദേഹം പ്രണയിലായിരിക്കുമ്പോൾ അദ്ദേഹം അവിടെയാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിരുന്നത്. പക്ഷെ അത് പെട്ടെന്ന് ഒരു നിമിഷം നേരം കൊണ്ട് അദ്ദേഹം ഇല്ലാതായി പോകുന്നതും നമ്മൾ ഉൾപ്പെടെയുള്ള വായനക്കാർ ഉൾപ്പെടെയുള്ള എല്ലാവരും ആ മുഖത്തിലേക്ക് ആഴ്ച തോന്നുന്ന സന്ദർഭത്തിലാണ് പതിവുകൾ അവസാനിക്കുന്നത്. വായിക്കാതെ തീർച്ചയായും വായിക്കണം. പതിവുകൾ മാത്രമല്ല ജീവിത നിലപാടുകളും പാവപ്പെട്ടവരുടെ വിഷയം വായിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇവർക്ക് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ജയിലിലുണ്ടെന്ന് തോന്നുന്നില്ല. അല്ലാതെ ടീച്ചർ പറഞ്ഞ പോലെ ചിലപ്പോൾ അവിടെ വേറെ തരത്തിൽ എന്തെങ്കിലും പ്രസൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ബാക്കി വിഷയത്തിന്റെ ഭാവനയായിരിക്കും എന്നാണ് പറയുന്നത്. ഏതാണ് ഈ മതിലിനപ്പുറത്തും ഇപ്പുറത്തുള്ള സംഭാഷണം. പക്ഷെ നല്ല രസമാണ് ഈ അന്വേഷണം. എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷം സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഒരു സെൻട്രൽ ജയിലിനകത്ത് നടന്ന രണ്ട് മനുഷ്യരുടെ ബന്ധങ്ങളെ ഒരു അനശ്വരമായ കൃതിയായി മാറുകയും അതെങ്ങനെയായിരുന്നു സംഭവിച്ചിട്ടുണ്ടാകുക എന്നുള്ള ഒരു അന്വേഷണം. ഇത് വായിച്ചവർക്ക് തീർച്ചയായിട്ടും ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നും അല്ലേ? നിങ്ങൾ മൂന്നുപേരും വായിച്ചിട്ടുണ്ട്. ബാക്കി എത്ര പേര് വായിച്ചിട്ട് എനിക്കറിയില്ല. വായിച്ച ശേഷം സിനിമ കാണുക. എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊക്കെ കിട്ടും കേട്ടോ. നമ്മുടെ മമ്മൂട്ടിയുടെ അതിഗംഭീരമായ ഒരു കഥാപാത്രം. എനിക്ക് രസം കറക്റ്റ് ബഷീറിനാണെന്ന് നമുക്ക് തോന്നും. അപ്പൊ നമുക്ക് ചർച്ച തുടരാം. ഇനി ദേവമയൂഖ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇവർക്ക് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ജയിലിലുണ്ടെന്ന് തോന്നുന്നില്ല. അല്ലാതെ ടീച്ചർ പറഞ്ഞ പോലെ ചിലപ്പോൾ അവിടെ വേറെ തരത്തിൽ എന്തെങ്കിലും പ്രസൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ബാക്കി വിഷയത്തിന്റെ ഭാവനയായിരിക്കും എന്നാണ് പറയുന്നത്. ഏതാണ് ഈ മതിലിനപ്പുറത്തും ഇപ്പുറത്തുള്ള സംഭാഷണം. പക്ഷെ നല്ല രസമാണ് ഈ അന്വേഷണം. എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷം സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഒരു സെൻട്രൽ ജയിലിനകത്ത് നടന്ന രണ്ട് മനുഷ്യരുടെ ബന്ധങ്ങളെ ഒരു അനശ്വരമായ കൃതിയായി മാറുകയും അതെങ്ങനെയായിരുന്നു സംഭവിച്ചിട്ടുണ്ടാകുക എന്നുള്ള ഒരു അന്വേഷണം. ഇത് വായിച്ചവർക്ക് തീർച്ചയായിട്ടും ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നും അല്ലേ? മൂന്നുപേരും വായിച്ചിട്ടുണ്ട്. ബാക്കി എത്ര വായിച്ചിട്ട് എനിക്കറിയില്ല. വായിച്ച ശേഷം സിനിമ കാണുക. എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊക്കെ കിട്ടും കേട്ടോ. നമ്മുടെ മമ്മൂട്ടിയുടെ അതിഗംഭീരമായ ഒരു കഥാപാത്രം. എനിക്ക് രസം കറക്റ്റ് ബഷീറിനാണെന്ന് നമുക്ക് തോന്നും. അപ്പൊ നമുക്ക് ചർച്ച തുടരാം. ഇനി ദേവമയൂഖ ഇപ്പൊ വന്നിട്ട് ഞാൻ ജീവിതം അവർക്ക് കുറച്ചുകൂടി ഉണ്ട്. ഇതിപ്പോ മതിലുകൾ ഒക്കെ വായിക്കാൻ വേണ്ടി ഹിറ്റ്സ് തോന്നിക്കുന്നത്. അപ്പൊ വായിക്കുന്നത് വളരെ തോന്നുന്ന ബുക്സ് വണ്ടി വളരെ ഇങ്ങനെ ഓരോ വളരെ ബഷീറിനെ കുറിച്ച് പറഞ്ഞാല് നമുക്ക് പറഞ്ഞാലും മതിയാവില്ല. ഞാൻ സാറ് പറഞ്ഞ പോലെ മുഴുവൻ കൃതികളൊന്നും വായിച്ചിട്ടില്ല. എന്നാലും കുറെ കൃതികൾ വായിച്ചിട്ടുണ്ട്. കാരണം ഒന്ന് ഏറ്റവും ചെറിയ ചെറിയ പുസ്തകങ്ങളാണെന്ന കാര്യം നമുക്ക് വായിച്ചു തുടങ്ങിയാൽ പെട്ടെന്ന് തീർക്കാൻ പറ്റും അല്ലേ? ചെറിയ കുട്ടികളൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഒരു പുസ്തകം വായിച്ച് തീർക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ നിങ്ങളൊക്കെ തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ ചെറുത് പറയാറില്ല. അതുപോലെ ചെറിയ പുസ്തകങ്ങളാണ് അധികം ബഷീറിന്റെ അല്ലേ? ഏതാണ്ട് ഒരേ പാറ്റേണിൽ അതിന്റെ കവർ ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ല. ഞാൻ എൻ്റെ ലൈബ്രറിയിലൊക്കെ ഒരേ പാറ്റേണിലുള്ള ഒരു പുസ്തകത്തിന് പലതരം മുഖചിത്രങ്ങൾ ഉണ്ടാവും. ഓരോ എഡിഷനിലും മുഖചിത്രം മാറാം. ജീവിത നിലപാടുകളിൽ ഇതിന് കണ്ടിട്ട് ഞാനിപ്പോൾ പോസ്റ്ററിൽ ചെയ്ത ചിത്രമല്ല, പുസ്തകത്തിന്റെ വേറെ ചിത്രം ഉള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞ പോലെ OV വിജയന്റെ ഒക്കെ പുസ്തകങ്ങൾ എടുത്താൽ നമുക്ക് വായിച്ചു പോയാലും അതിനുള്ള ആ
അല്ലെങ്കിൽ രചയിതാവ് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എന്നാൽ ബഷീറിൻ്റെ കഥകളും കഥാപാത്രങ്ങളും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ളതാണ്. പലരും പരിചയമുള്ള ആളുകളെ പോലെ നമുക്ക് ഫീൽ ചെയ്യാം. ബഷീറിൻ്റെ ജീവിതവുമായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകളുമായൊക്കെ ഇടപഴകുന്ന